ഇന്നത്തെ എൻ്റെ യാത്ര തൃശ്ശൂർ ഒല്ലൂരിലുള്ള മേരിമാത പള്ളിയിലേക്കാണ്. ഇവിടെ 2023 15ാമത് പരിശുദ്ധ മേരിമാതാവിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും വിശുദ്ധ മിഖായേൽ മാലാഖയുടെയും വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെയും സംയുക്ത തിരുനാൾ ആഘോഷിക്കപ്പെടുകയാണ്. അതിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പള്ളിയിൽ ദീപാലങ്കാരം തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നു. ചിന്ന റോം എന്നറിയപ്പെടുന്ന ഒല്ലൂർ സെൻറ്റ് ആൻ്റണീസ് ചർച്ചിൽ നിന്നും പുതിയ പള്ളിയായി തീർന്ന് ഒല്ലൂരിലേക്ക് എത്തപ്പെട്ടവരാണ് ഇവിടുത്തെ വിശ്വാസികളിൽ ഏറെ പേരും. അങ്ങനെ അവർ ഒരു പുതിയ പള്ളി പണിത് 15ാമത്തെ വർഷമാണ് 2023. വളരെ മനോഹരമായ ഒരു കൊച്ചു ദേവാലയമാണ് ഒല്ലൂർ മേരിമാതാ പള്ളി. വളരെ മനോഹരമായ ഒരു മെയിൻ വാതിൽ കാണാം. പള്ളിക്ക് അകത്താണെങ്കിൽ വളരെ മനോഹരമായി അലങ്കരിച്ച മഡ്ബഹയും ആൾത്താരയും രൂപക്കൂടുമെല്ലാം നമുക്ക് മനസ്സിന് കുളിർമ നൽകുന്ന ദൈവിക പരിവേഷം വിളങ്ങി നിൽക്കുന്ന ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചാൽ നിയോഗങ്ങൾ സാധിച്ചു കിട്ടും എന്നതാണ് ഇവിടുത്തെ സാക്ഷ്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. ധാരാളം ഭക്തിജനം തുളുമ്പുന്ന ദൈവദാസിമാരുടെയും ദാസന്മാരുടെയും തിരുസ്വരൂപങ്ങൾ കണ്ടുവണങ്ങി പ്രാർത്ഥിക്കുവാനായിട്ട് അനേകം പേർ ഇവിടെ എത്തിച്ചേരുന്നു. ഒല്ലൂർ സെൻട്രലിൽ മെയിൻ റോഡിന് അഭിമുഖമായിട്ടാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. ദേവാലയത്തിൽ വളരെ വിശാലമായ ഒരു കാർ പാർക്കിംഗ് സ്പേസ് കൂടിയുണ്ട്. ഒരു പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യമായത് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം തന്നെയാണ്. ഇന്നത്തെ കാലത്ത് ഒരു വീട്ടിൽ മിനിമം ഒരു കാറെങ്കിലും ഇല്ലാത്ത വീടുകളില്ല എന്ന് തന്നെ പറയാം. അങ്ങനെ വരുമ്പോൾ വാഹനം പാർക്ക് ചെയ്യാൻ സൗകര്യമില്ലാത്ത പള്ളികളിൽ നിന്ന് വാഹന പാർക്കിംഗ് സൗകര്യമുള്ള പള്ളികളിലേക്ക് പോകുന്ന പ്രവണത ആധുനിക യുഗത്തിൽ ധാരാളമായി കണ്ടുവരുന്നു. പരിശുദ്ധ കന്യക മാതാവിൻ്റെയും ഉണ്ണി യേശുവിൻ്റെയും ചൈതന്യം തുളുമ്പുന്ന രൂപക്കൂടിന് മുമ്പിലാണ് ഞാൻ. ഇരുഭാഗത്തും അമ്മ മാതാവിനെ സ്തുതികൾ അർപ്പിച്ചുകൊണ്ടുള്ള മാലാഖമാരെ കാണാം. അത്യുന്നതന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് എനിക്ക് അപ്പോൾ തോന്നിയത്. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് മാലാഖമാർ ഓരോ രൂപത്തിനും അടുത്ത് നിൽക്കുന്നു. അത് വളരെ ചൈതന്യമുള്ളതായിട്ട് എനിക്ക് തോന്നി. ഭൂമിയിൽ സന്മനസ് ഉള്ളവർക്ക് സമാധാനമെന്ന് മാതാവിനോടും ലോകത്തോടും വിളിച്ചു പറയുന്ന മാലാഖമാർ. ഈ പള്ളിയുടെ മറ്റൊരു ആകർഷണീയമായി എനിക്ക് തോന്നിയത് മെയിൻ വാതിലിന് മുകളിലുള്ള അന്ത്യത്താഴത്തിൻ്റെ ഒരു ചിത്രമാണ്. വളരെ മനോഹരമായ ഒരു ദൃശ്യമാണ് അത്.